അപ്പൊ ഈ രണ്ട് നദിക്കടയിലുള്ള സ്ഥലം ഇവർക്കാന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുക, രക്ത ഉടമ്പടി. അത് ഇസ്രായേലിനുള്ളതാണെന്ന് ഇസ്രായേലിനുള്ളത് അബ്രഹാമിനോടാ പറഞ്ഞ്. ആര് പറയുന്നു? ദൈവം പറയുന്നു ഈ സ്ഥലം നിന്റെ പേർക്കും നിന്റെ സന്തതിക്കും ഉള്ളതാണ്, ഇതൊരിക്കലും മാറ്റാനൊക്കില്ല. അപ്പൊ പിന്നെ ഈ ലോകരാജ്യ രാക്ഷസന്മാർക്ക് അത് മാറ്റാൻ പറ്റുമോ? അവർക്കത് ചോദ്യം ചെയ്യാൻ പറ്റുമോ? അതിരുകൾ അവരാ മാറ്റുന്നത്. ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ, ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ ഈ ചരിത്ര വസ്തുതകളും ദൈവത്തിന്റെ പ്രമാണങ്ങളും ദൈവത്തിന്റെ പ്രഖ്യാപനങ്ങളും ദൈവത്തിന്റെ സത്യങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചാൽ എത്രയോ അന്യായമാണ് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ, എത്ര കഠിനമായ ഒരു സമീപനമാണ്. അതായത് അവരുടെ വൈരാഗ്യം, അതായത് നിത്യവൈരാഗ്യം അല്ലേ, നിത്യവൈരാഗ്യം അവർ വെച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഈ യുദ്ധങ്ങൾ എന്തിന്, അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളത് ന്യായമായിട്ട് ചിന്തിക്കാൻ പ്രചോദനം തരുന്ന സത്യങ്ങളാണിതെല്ലാം. മൂന്നാം ലോകയുദ്ധം ഇതിനുള്ള ബന്ധത്തിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർ, കേൾവിക്കാർ ഗൗരവമായിട്ട് ഇത് പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണല്ലേ? യെസ്. ഇവിടെ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുക. രണ്ടുപേരാ നടക്കണ്ടേ? അതെ. അബ്രഹാമിനെ നടത്തിയോ? അബ്രഹാമിനെ നടത്തിയില്ലല്ലോ. ഇല്ല. അതിനാ നടത്താഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ വായിക്കുന്നു, അബ്രഹാം ഭീതി കൊണ്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുക. അവന്റെ മേൽ ഭീതിയും അന്ധതമസും ഇരുട്ടും ഒക്കെ വീണു. ആ ഇരുട്ട് വന്നപ്പോഴാണ് ദൈവം ഒരു തീപ്പന്തമായി അതിന് നടുവിലൂടെ പോയത്. അന്ന് യഹോവ ഉടമ്പടി ചെയ്തു. നമ്മൾ ഓർക്കണം, അബ്രഹാമിനോട് വേറൊരു വിധത്തിൽ പറയുക, നീ പരാജയപ്പെടാം, നിന്റെ മക്കള് പരാജയപ്പെടാം, ഞാനാണ് ഉടമ്പടി ചെയ്യുന്നത്. ഈ ഉടമ്പടി ഞാൻ ലംഘിക്കില്ല. ഈ കവനന്റ് ദൈവമാണ് ചെയ്ത്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമ്മളത് വിശ്വസിക്കും, അബ്രഹാം അത് അംഗീകരിക്കും. പക്ഷെ അവിടെ ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ഈ ഭൂമി എവിടെ തൊട്ട് എവിടെ വരെയുള്ള അതിന്റെ അതിരിവിടെ പറഞ്ഞിരിക്കുന്നത് മിസ്രൈം നദി തുടങ്ങി. മിസ്രൈം എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റാ. ഈജിപ്റ്റിലൂടെ നടക്കുന്ന നദി ഏതാ? ഈജിപ്ഷ്യൻ നദിയാ. ഈജിപ്ഷ്യൻ നദി. ആ മോശയൊക്കെ ഒഴുക്കിയ നദി നൈൽ നദി. നൈൽ നദി. അവിടെ തൊട്ട് അങ്ങോട്ട് അളന്നോളാൻ പറഞ്ഞു, ഫ്രാത്ത് വരെ. യൂഫ്രട്ടസ്. അത് ശരി. യൂഫ്രട്ടസ് എവിടാ? ഇറാഖിലൂടെ ഒഴുകുന്നത്. അതാണ് അതിര്. അത് അതിര്. അപ്പൊ ഈ രണ്ട് നദിക്കടയിലുള്ള സ്ഥലം ഇവർക്കാന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുക, രക്ത ഉടമ്പടി. അത് ഇസ്രായേലിനുള്ളതാണെന്ന് ഇസ്രായേലിനുള്ളത് അബ്രഹാമിനോടാ പറഞ്ഞ്. ഇപ്പം അതൊന്നും അതിന്റെ 4 പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. ആകപ്പാടെ 470 കിലോമീറ്റർ നീളവും വീതി കൂടിയ ഭാഗം 135 കിലോമീറ്ററേ ഉള്ളൂ. ബാക്കിയുള്ളത് ഈജിപ്തിന്റെ പാർട്ടായിട്ടുണ്ട്, ലെബനോന്റെ ഭാഗമുണ്ട്, സിറിയയുടെ ഭാഗമുണ്ട്, ഇറാഖിന്റെ ഭാഗമുണ്ട്, ജോർഡാന്റെ ഭാഗമുണ്ട്. ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഇപ്പൊ അവരുടെ കയ്യിലിരിക്കുക. ഇവർക്ക് കൊച്ചു സ്ഥലം. ഇവർക്ക് 470 കിലോമീറ്ററും 135 കിലോമീറ്റർ വീതിയുമുള്ള ഈ സ്ഥലം ഇതുകൂടെ അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം പ്രശ്നം. വാസ്തവത്തിൽ ചരിത്രം പഠിക്കുക, അല്ലെങ്കിൽ വേദപുസ്തകം ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് പഠിക്കേണ്ടത്. ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ, ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ ഈ ചരിത്ര വസ്തുതകളും ദൈവത്തിന്റെ പ്രമാണങ്ങളും ദൈവത്തിന്റെ പ്രഖ്യാപനങ്ങളും ദൈവത്തിന്റെ സത്യങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചാൽ എത്രയോ അന്യായമാണ് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ, എത്ര കഠിനമായ ഒരു സമീപനമാണ്. അതായത് അവരുടെ വൈരാഗ്യം, അതായത് നിത്യവൈരാഗ്യം അല്ലേ, നിത്യവൈരാഗ്യം അവർ വെച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഈ യുദ്ധങ്ങൾ എന്തിന്, അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളത് ന്യായമായിട്ട് ചിന്തിക്കാൻ പ്രചോദനം തരുന്ന സത്യങ്ങളാണിതെല്ലാം. ചിന്തിക്കുക. ദൈവം പ്രോമിസ് ചെയ്തു. ദാറ്റ് ഈസ് ദ റീസൺ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോമിസ്ഡ് ലാൻഡ്. ഓക്കെ. എന്നാൽ ഇനി ഒരു പ്രശ്നമുണ്ട്. അബ്രഹാമിൻ്റെ പിള്ളേരെ ഈ ഇസാക്ക് മാത്രമല്ല, അബ്രഹാമിന് മറ്റു പിള്ളേരും ഉണ്ട്. ഇസ്മായിലുണ്ട്. 25-ാം അധ്യായം എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെതൂറ എന്നു പേർ. സാറ മരിച്ച ശേഷം കെതൂറയെ പരിഗ്രഹിച്ചു. അവിടെ നമ്മൾ ആ 2-ാം വാക്യത്തിൽ 6 ആൺപിള്ളേരുടെ പേര് വായിക്കുന്നു. അതെ. അബ്രഹാമിന് 6 ആൺകുട്ടികളുണ്ട്. 2. അതിന്റെ 12-ാം വാക്യം നോക്കി. 12-ാം വാക്യം, സാറയുടെ മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായേലിന്റെ. അപ്പൊ ഇസ്മായേലും അബ്രഹാമിന്റെ മകനാണ്. അതെ. ഈ ഇസ്മായേലിന് അതിന്റെ 13-ാം വാക്യം വായിച്ചാല് 16-ാം വാക്യം നോക്കിയാൽ 12 പിള്ളേരുണ്ട്. 15-16 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 16-ാം വാക്യം വായിച്ചാൽ മതി. 16. 12 പ്രഭുക്കന്മാരായ ഇസ്മായേലിന്റെ പുത്രന്മാർ. അപ്പം ഇസ്മായേലിന് 12 പിള്ളേരുണ്ട്. നമുക്ക് സാധാരണ യാക്കോവിന് 12 പിള്ളേരുണ്ടെന്നേ അറിയത്തുള്ളൂ. അതെ, ഇസ്മായേലിനും 12 പിള്ളേരുണ്ട്. ഇനി അപ്പം നോക്കിയേ, അബ്രഹാമിന് ഇസഹാക്ക് കൂടാതെ കെത്തൂറയിൽ 6 മക്കളും ഇസ്മായിലും ഉണ്ട്. ഡയറക്റ്റായിട്ട് അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ഡയറക്റ്റ് ഉണ്ടായതാ. ഓക്കെ.
അപ്പോൾ 6 പിള്ളേരല്ലേ വേറെ ഉണ്ട്. ഇതിൽ ആർക്കാ കൊടുത്തത്? നിനക്ക് നിന്റെ സന്തതിക്കുമായത് കൊടുത്തേക്കുന്നത്. അപ്പം പിന്നെ ഇത് അപ്പോൾ അതിൻ്റെ 17-ാം അധ്യായം എടുത്ത ഉൽപ്പത്തി 17-ാം അധ്യായം. ഓക്കെ, അതിൻ്റെ 8-ാം വാക്യം നോക്കി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അബ്രഹാമിനോട് പറയുന്ന ദൈവം അതിൻ്റെ 1-ാം വാക്യം നോക്കിയാൽ അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറയുകയാണ്. അതിൻ്റെ 8-ാം വാക്യം. 8-ാം വാക്യത്തിൽ, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. എന്നിട്ട് അടുത്തത്, ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. എത്ര നാളത്തേക്ക് കൊടുക്കുമെന്നാ പറഞ്ഞ്? ശാശ്വത അവകാശമായി. അത് ഇംഗ്ലീഷിൽ എന്തോന്നറിയോ? എറ്റേണൽ കവനന്റ്. ഇറ്റേണൽ കവനന്റ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ലംഘിക്കുന്നതാണോ? അല്ല, ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ ലംഘിക്കാനൊക്കത്തില്ല, പറ്റത്തില്ല. ഇവിടെ പറയുന്നത് ഇത് നിത്യ ഉടമ്പടിയാണ്. അത് ഒരിക്കലും ലംഘിക്കാൻ പറ്റില്ല. ഇത് ആര് പറയുന്നു? ദൈവം പറയുന്നു, ഈ സ്ഥലം നിന്റെ പേർക്കും നിന്റെ സന്തതിക്കും ഉള്ളതാണ്, ഇതൊരിക്കലും മാറ്റാനൊക്കില്ല. അപ്പൊ പിന്നെ ഈ ലോകരാജ്യ രാക്ഷസന്മാർക്ക് അത് മാറ്റാൻ പറ്റുമോ? അവർക്കത് ചോദ്യം ചെയ്യാൻ പറ്റുമോ? അതിരുകൾ അവരാ മാറ്റുന്നത്. ഞാനൊരു വാക്യം കാണിക്കാം, ദൈവം അതിനോട് കോപിക്കുന്നതിന്റെ കാണിക്കാം. ഇത് ഇനിയും വായിക്കണം. ഇനി നമ്മൾ ഓർക്കണം, അബ്രഹാമിന് ഇസ്മായിൽ ഉണ്ടല്ലോ, കെത്തൂറയുടെ 6 പിള്ളേരുണ്ടല്ലോ. ഉണ്ട്. ആർക്കാ ഇത് കൊടുക്കുന്നേ? അടുത്ത വാക്യം നോക്കിയേ, 26-ാം അധ്യായം എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. നമുക്ക് ബൈബിളിൽ ഈ കാലത്ത് ഇത് ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത് അല്പം വിശദമായി ഓർപ്പിക്കുകയാണ്. അത് തന്നെയല്ല, ഭാവിയിലും ഇത് വലിയ രാഷ്ട്രീയ പ്രശ്നമായിരിക്കും അല്ലേ? വലിയ 3-4 ലോകയുദ്ധം ഇതിനോടുള്ള ബന്ധത്തിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മാന്യ പ്രേക്ഷകര്, കേൾവിക്കാര് ഗൗരവമായിട്ട് ഇത് പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അല്ലേ? യെസ്. എങ്കിലും നമുക്ക് ഒരു അല്പം വെളിച്ചത്തിലേക്കും സത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നടന്നെടുക്കാം എന്ന് തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ഞങ്ങളുടെ അനേകരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. 26-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം. 26-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. അവിടെ നോക്കുക, ഇസാക്കിനോടാ പറയുന്നത്. ഇനി നമുക്ക് അതിനകത്തൊരു വാക്യം, 3-ാം വാക്യം നോക്കി. 3-ാമത്തെ തിരുവചനം, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ആരോടാ പറയുന്നത്? ഇത് ഇസാക്കിനോടാ പറയുന്നത്. മറ്റു മക്കളുണ്ട്, 7 പേരുണ്ട്, അവർക്കല്ല കൊടുക്കുമെന്ന് പറഞ്ഞ്. അവരോടല്ല ദൈവം ഇത് പറയുന്നത്. ദൈവം ഇസാക്കിനോടാണ് എടുത്തു പറഞ്ഞത്. അത് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി വീണ്ടും പ്രശ്നം ആരംഭിക്കും. ഇത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. ഓക്കെ, ഇസഹാക്കിനും 2 പിള്ളേരുണ്ടായി, ഇരട്ട പിള്ളേർ. വയറ്റിൽ വെച്ച് അവിടെ മൽപ്പിടുത്തം തുടങ്ങിയതാ. ഏശാവും യാക്കോവും യുദ്ധം അവിടെ വെച്ച് തുടങ്ങിയതാ. അവിടുന്ന് ഒരുത്തന്റെ കുതികാല് പിടിച്ചോണ്ടാ മറ്റും പുറത്തു വരുന്നത്. ആ പോരാട്ടമായിപ്പോഴും. എന്തൊരു കഷ്ടമല്ലേ. അപ്പൊ 2 പിള്ളേർ ഇസാക്കിനുണ്ട്. ഇതിലാർക്കാ കൊടുത്തേക്കുന്നത്? നമുക്ക് 35-ാം അധ്യായം നിർത്തി. അതിനെക്കുറിച്ചും വിശുദ്ധ ബൈബിളിലുണ്ട്, രേഖയുണ്ടല്ലേ? നോക്കാം. ബൈബിൾ പഠിക്കേണ്ട പുസ്തകം തന്നെയാണ്. അപ്പൊ 35-ാം അധ്യായം എടുത്താൽ 35-ാം അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 9-ാം വാക്യം ആരോടാ പറയുന്നത് നോക്കി. 35-ന്റെ 9-ാമത്തെ തിരുവചനത്തിൽ, യാക്കോബ് പദ്ദനരാമിൽ നിന്നും വന്ന ശേഷം ദൈവം അവനും പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. വായിച്ചു. ദൈവം അവനോട്, അബ്രഹാമിനോടല്ലേ? അല്ല, ഇസാക്കിനോട്. യാക്കോബിനോട് പറയുകയാണ്. 9-ാം വാക്യത്തിൽ പറയുന്ന പോലെ, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ചു. അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. 12-ാം വാക്യം വായിച്ചു. 12-ാം വാക്യത്തിൽ, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അപ്പം ഇത് വളരെ, അപ്പൊ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. അബ്രഹാമിന് കൊടുത്തു, ഇസാക്കിന് കൊടുത്തു, അവന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞു, ഓക്കെ, നിത്യ ഉടമ്പടിയായി ഞാനിത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇത് മറ്റുള്ളവർ ഇത് അവകാശപ്പെട്ടാൽ അവർക്കുള്ളതല്ല. അത് വളരെ വ്യക്തമായി അത് പറഞ്ഞിരിക്കുക. ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു പ്രവചന ഭാഗമാണിത്. ഇനി നമുക്ക് ഈ 3 അപ്പന്മാരുടെയും പിതാക്കന്മാരുടെ പേര് ഒന്നിച്ച് പറഞ്ഞൊരു സ്ഥലം എടുക്കാം. 105-ാം സങ്കീർത്തനം എന്നെടുത്ത്. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങൾ 105-ാം സങ്കീർത്തനം. 3 അപ്പന്മാരെന്ന് പറഞ്ഞാൽ അബ്രഹാം, ഇസാക്ക്, യാക്കോബാണോ? അതിന്റെ 8-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചേ. 105-ന്റെ 8-ാമത്തെ വചനം. അത് കാരണം അവിടെ വായിക്കുന്ന വാക്യത്തിന്റെ പ്രാധാന്യത ഞങ്ങളെ കേൾക്കുന്നവർ ഓർക്കണം. ഞാനത് വായിക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ, അതായത് ദൈവം തൻ്റെ നിയമത്തെ എന്നേക്കും
താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാല് ഹി റിമെമ്പേഴ്സ് ദ കവനന്റ് ഫോർ എവർ. കവനന്റ് നമ്മൾ കണ്ടു കവനന്റ് ചെയ്യുന്നത്. അതെ അതെ, ഉടമ്പടി ചെയ്തത്. ഇനി നമുക്ക് നോക്കാം ആരോടാ ചെയ്തതെന്ന്. 9 തൊട്ട് 9, 10, 11 വായിച്ചേ. ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ ദൈവം യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിനൊരു നിത്യ നിയമമായും നിയമിച്ചു. 11 വാക്യം. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്നരുളി ചെയ്തു. കണ്ടോ? കനാൻ ദേശം. ഇത് വല്ലോ സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് മലയാളത്തിലോ ഏത് ഭാഷ വായിച്ചാലും മനസ്സിലാക്കാം. He remembers his covenant forever. അവന്റെ നിയമത്തെ അവൻ എന്നേക്കും ഓർക്കും. ആ നിയമത്തെ എടുത്തു പറയുകയാണ് അബ്രഹാമിനോട് ചെയ്ത നിയമം. Covenant he made with Abraham. ഇസഹാക്കിനോട് ചെയ്ത സത്യം. അടുത്തത് യാക്കോബിനൊരു ചട്ടം. ഇസ്രായേലിനൊരു നിത്യ നിയമം. എവർലാസ്റ്റിംഗ് കവനന്റ്. എന്തുവാ കവനന്റ്? 11 വാക്യത്തിൽ പറയുന്നേ, നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് അരുളി ചെയ്തു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാഷ്ട്രമുണ്ട്. നമ്മളത് എങ്ങനെ ഉണ്ടായെന്നൊക്കെ ഉള്ളത് പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. 1, 2 ലോകായുദ്ധമാണ് യഹൂദ രാഷ്ട്രം ഉണ്ടായത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ പറയാം. അതെന്താണ്? അത് മനസ്സിലാക്കാൻ ലേവ്യ പുസ്തകം 26-ാം അധ്യായം എടുത്തേ. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം. ഇത് മോശയിലൂടെ ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞതാ. 26-ന്റെ 41, 42 ഒന്ന് വായിച്ചേ. ഞങ്ങളെ കേൾക്കുന്നവർ ഓർക്കണം, എന്തുകൊണ്ട് ഇന്നൊരു ഇസ്രായേൽ രാഷ്ട്രം, എന്തിനാണ് ഇന്നൊരു ഇസ്രായേൽ രാഷ്ട്രം കാണപ്പെടുന്നത്? 26-ാം അധ്യായം ലേവ്യ പുസ്തകം 41, 42 എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാ. ഞാനും അവർക്ക് ഇത് ഏകദേശം എത്ര വർഷം മുമ്പാ പറയുന്നത്? ഇത് അവരൊരു രാഷ്ട്രമായി 3000 വർഷത്തിന് മുമ്പെങ്കിലും പറഞ്ഞു. 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമായത്. അതെ. എത്രാം വാക്യം? 41-ാം വാക്യം. ഞാനും അവർക്ക് വിരോധമായി നടന്നു. ഞാനും ഇസ്രായേലിന് വിരോധമായി നടന്നു, അല്ലേ? അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും ഇസ്രായേൽ തങ്ങളുടെ അകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും, ഇസഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. 44-ാം വാക്യം നോക്കിയേ. 44-ാം വാക്യം. എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല, അവരെ വെറുക്കുകയുമില്ല. 43-ാം വാക്യത്തിൽ അവർ ദേശം വിട്ടുപോയിട്ട് അവരില്ലാതെ അത് ശൂന്യമായി കിടന്ന് തൻ്റെ ശബത്തുകൾ അനുഭവിക്കും, അവർ എൻ്റെ വിധികളെ ധിക്കരിക്കുകയും. 46-ാം വാക്യം. 45-ാം വാക്യത്തിൽ ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുകെ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും. ഇവിടെ ഇത്രയും വാക്യങ്ങളിൽ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ഓർക്കും ഓർക്കും ഓർക്കും? എന്താ ഓർക്കുമെന്നാ പറഞ്ഞേ? എൻ്റെ 42-ാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ നിയമം ഓർക്കും. അവിടെ 42 ഓർക്കുമെന്ന് പറഞ്ഞു, വീണ്ടും പറഞ്ഞു 42 ഞാൻ ഓർക്കുമെന്ന് പറഞ്ഞു, ദേശത്തെ ഞാൻ ഓർക്കും. 3 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ 46 വായിക്കുന്നുണ്ട്, നിയമം ഞാൻ ഓർക്കും. ഓക്കെ, ഇനിയും ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കാം. പുറപ്പാട് ദിവസം ഒന്ന് എടുത്താട്ടെ. ഇന്ന് ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീർന്നതിന്റെ കാരണം ഇതിന്റെ പുറകിലുള്ള സംഭവം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് ലോകത്തിലെ ഒരു മാധ്യമങ്ങളിൽ ഒരു പത്രങ്ങളിലും ഇത് ലോകത്തിന്റെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നതല്ല. 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. പുറപ്പാട് പുസ്തകം. അതെ, പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. പുറപ്പാട് ദിവസം 6-ാം അധ്യായത്തിന് 4, 5 തിരുവചനങ്ങൾ. അവർ പരദേശികളായി പാർത്ത ഇസ്രായേൽ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോടൊരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രയീമ്യർ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു. കണ്ടോ അത്? ഇനി അതിന്റെ 8-ാം വാക്യം വായിച്ചേ. 8-ാം വാക്യത്തിൽ ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിരിക്കുകയല്ലേ? അവിടെ കണ്ടോ, ഈജിപ്തിൽ അടിമകളായി കിടക്കുന്ന യഹൂദന്മാർ അവരോടാ ഇത് പറയുന്നത്. 400 വർഷമായി ഏതാണ്ട് പകുതിയായപ്പോൾ അവരെ അറിയാത്ത ഭരണകൂടം വന്ന് 200 വർഷത്തോളം അവരെ അടിമകളാക്കി അവരെ ചാട്ടവാറ് കൊണ്ട് അടിച്ചപ്പോൾ അവർ കരഞ്ഞു. ആ കരച്ചിൽ ഞാൻ കേട്ടു.
അടുത്ത 6-ാം വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ നീട്ടിയ ഭുജം കൊണ്ട്. നമ്മൾ ഓർക്കണം, അവരെ വിടുവിക്കും. ഓക്കെ. നീ നീട്ടിയ ഭുജമെന്ന് പറഞ്ഞാൽ യഹോവയുടെ ഭുജമെന്ന് പറഞ്ഞാൽ അവൻ്റെ ബലമാണ്, ദൈവത്തിൻ്റെ കരം, വരം. നമ്മൾ ഓർക്കണം, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം ഈജിപ്ഷ്യൻ സാമ്രാജ്യമാണ്. പിരമിഡ് പണിത മാത്രം എടുത്താൽ മതി. 1,00,000 ആളുകൾ ഏതാണ്ട് 20-30 വർഷം പണിതിട്ട ഒരു പിരമിഡ് പണിതേക്കുന്നത്, ഗീസ. അപ്പോൾ ഒരു രാജ്യത്തിന് ഈ 1,00,000 ആളുകളെ 20 വർഷം തീറ്റിപ്പോറ്റാൻ കഴിവുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എത്ര ഉണ്ടെന്നുള്ളത് ഓർത്തോണം. അങ്ങനെ വലിയൊരു സാമ്രാജ്യത്തിൽ അടിമകൾ ആ രാജ്യത്തിൻ്റെ ധനമാണ്. അവരെ അവിടെ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് പറ്റിയല്ല, നടക്കുകയില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ഭുജം നീട്ടും. അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി നിങ്ങളെ വിടുവിക്കും. പക്ഷെ ദൈവം അവിടെ നിന്ന് അവരെ വിടുവിക്കുന്നതിൻ്റെ കാരണം എന്നാ? നിയമം ഓർത്തു. ദൈവം 4-ാം വാക്യത്തിൽ പറയുന്നില്ലേ, അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത നിയമം ഞാൻ ഓർത്തു. ദൈവം ആ നിയമം ഓർത്തപ്പോൾ ദൈവത്തിൻ്റെ കരം നീട്ടി മധ്യപൂർവ്വദേശത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതി അവരെ കനാൻ ദേശത്ത് കൊണ്ടുവന്നാക്കി. ഇവരെ കൊണ്ടുവരുമ്പോഴാണ് മോബ്യ സമഭൂമിയിൽ വന്നു. മോബ്യ രാജാവ് പറഞ്ഞു, ഇവർ കാള പുല്ല് നക്കി തിന്നുന്ന പോലെ ചുറ്റുമുള്ള ജനങ്ങളെ നക്കി തിന്നുക, ഇവരെ എങ്ങനെങ്കിലും തടസ്സപ്പെടുത്തണം, ഇവരെ അടിച്ചമർത്തണം. അത് നടക്കുകയില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരു പ്രവാചകനെ, കള്ളപ്രവാചകനെ കൂലിക്കെടുക്കുക. യൂദയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കൂലി കുതിച്ച് ബലയാമിനെ പോലെ. യൂദയുടെ ലേഖനം എന്ന് പറയുന്നത് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിന് മുന്നല്ലേ, അവിടെ പുതിയ നിയമത്തിൽ. ആ കൂലി കുതിച്ച ബലയാമിനെ പോലെ ആ കള്ളപ്രവാചകൻ അവൻ പറഞ്ഞു കൊടുത്തു, മോവാബ്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തി ഇവരെ മലിനപ്പെടുത്തിയാൽ മതി, ഇവർ പരാജയപ്പെടുമെന്ന്. അങ്ങനെ മോവാബ്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ ഇടയൊക്കെയായി. വലിയ ദൈവകോപം വന്ന് 24,000 മറ്റോ പട്ടുപോകുന്നു. ഇസ്രായേലുകാർ മരിച്ചുപോയി. ഇത് മോവാബ്യ സമഭൂമിയിൽ വന്നപ്പോഴാണ്. പക്ഷെ അവിടെ വേറൊരു സംഭവമുണ്ട്. ഈ പ്രവാചകൻ യാത്ര ചെയ്യുന്ന ഒരു കഴുതപ്പുറത്തായിരുന്നു. ബലയാം. ഈ അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ ഈ കഴുത മുന്നോട്ട് പോകുന്നില്ല. താനെ വടിയെടുത്ത് ഈ കഴുതയെ അടിച്ചു. അടി കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. ഇവൻ അവസാനം അങ്ങ് വീണ് അവിടെ. ഈ കഴുത പറഞ്ഞിട്ടുള്ള ആവർത്തന പുസ്തകം, സംഖ്യാപുസ്തകത്തിൽ 24, 25, 26 ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കഴുത വാ തുറന്ന് സംസാരിക്കുന്ന അപ്പോഴാണ്. ശരി. അവൻ പുള്ളി നോക്കിയപ്പം കാണാം മുന്നല്ലേ വാൾ ഊരി പിടിച്ച ഒരാൾ നിൽപ്പുണ്ട്. കഴുത നോക്കി, കഴുത കണ്ടു. ഉടനെ അങ്ങനെയാണ് കഴുത മുന്നോട്ട് പോകാതെ അവിടെ വീണത്. പ്രവാചകന്റെ കണ്ണ് ദൈവം തുറന്നു കൊടുത്തു. അവൾ ഈ കള്ളപ്രവാചകൻ നോക്കിയപ്പം കാണാം വാൾ ഊരി പിടിച്ച ഒരാൾ മുന്നേ നിൽപ്പുണ്ട്. ഈ അടിമകളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരാൾ മുന്നേ നടക്കുക. ആളാരാന്നറിയാം? നമ്മുടെ കർത്താവാ. അതൊരു കഴുതയാ കണ്ടേ. ഇന്നും ഇത് മനസ്സിലാക്കുന്ന കുറേ കഴുതകളാണ് ലോകത്തിലുള്ള. ദൈവത്തിൻ്റെ മഹത്വം. അവരെ കഴുതകളെന്നൊരു പക്ഷേ വിളിക്കും. അത് സത്യത്തിൽ അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും ലോകത്തിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും, മഹാഭൂരിപക്ഷം, ഈ കർത്താവിനെക്കുറിച്ചും കർത്താവ് നൽകുന്ന സമാധാനം, സന്തോഷം, ആന്തരികമായിരിക്കുന്ന ശാന്തി, ഇതൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറും കഴുതകളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. നമ്മൾ ഓർക്കണം, അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് മോവാബ് രാജാവൊക്കെ. അവർക്ക് ഇവരെ കൊല്ലണം. പക്ഷേ പാവപ്പെട്ട കുറേ കഴുതകളെ പോലുള്ള മനുഷ്യർക്ക് മനസ്സിലായി ഇവരെ നടത്തിക്കൊണ്ടുവരുന്നത് ദൈവപുത്രനാണ്. ഈ യഹൂദനെ തിരിച്ചു കൊണ്ടുവന്നത് അവനോടുള്ള നിയമം ഓർത്തിട്ട് നോക്കുക. ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് കനാൻ നാട്ടിലാക്കിയതുപോലെ ലോകത്തിൽ നിന്ന് ചിതറിക്കിടന്ന ഇവരെ മടക്കി കൊണ്ടുവന്നതിൻ്റെ കാരണം ദൈവം അവരുടെ നിയമം ഓർത്തു. അവർ ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൽ അവർ മാനസാന്തരപ്പെട്ട് വന്നാൽ ഞാനത് ഓർക്കുമെന്നല്ല പറഞ്ഞേ. അവരുടെ പാപത്തിൻ്റെ ശിക്ഷ അവരനുഭവിച്ചാൽ, ഈ ശിക്ഷയ്ക്ക് 2 ഭാഗമുണ്ട്. ഒന്ന്, ലോകത്തിലാകമാനം അവരെ ചിതറിച്ച് അവരെ കൊല്ലുന്നു. മഹോപദ്രവ കാലഘട്ടം ഇനി അവരുടെ ശുദ്ധീകരണത്തിന്റെ ശിക്ഷ കാലഘട്ടമാണ്. അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഈ ശിക്ഷ അനുഭവിച്ച ഞാൻ അവരോട് ചെയ്ത നിയമം ഓർക്കും. ദൈവം ആ നിയമം ഓർത്തു എന്നുള്ളത് മാത്രമാണ് ഇന്നവർ കനാനിൽ കാണപ്പെടുന്നത്.